AICC നിരീക്ഷകർ MLA-മാരെ കാണുകയാണ്. അതിനുശേഷം അവരുടെ തീരുമാനം എന്താണ് എന്ന കാര്യം ഒരു റിപ്പോർട്ടായി ഹൈക്കമാൻഡിൽ സമർപ്പിക്കും. അതിനുശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു അന്തിമമായ ചിത്രം തെളിയാൻ പോകുന്നത്. മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ അവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പല നേതാക്കളും ഇതിനോടകം തന്നെ AICC നിരീക്ഷകരെ കണ്ടിട്ടുണ്ട്. MLA-മാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടിയ ശേഷമായിരിക്കും സമ്പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇപ്പോൾ CLP കഴിഞ്ഞു, കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിംഗ് യോഗം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്നത് ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന കാര്യം AICC അധ്യക്ഷൻ തീരുമാനിക്കട്ടെ. പൂർണ്ണമായും അതിന്റെ ചുമതല, അതിന്റെ അധികാരം AICC അധ്യക്ഷന് ആണ് എന്ന തീരുമാനത്തിന്റെ പ്രമേയം പാസ്സാക്കപ്പെട്ടിരിക്കുന്നു CLP യോഗത്തിൽ. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. അലക്സ്, പറയൂ. ജിക്ക് അല്പം മുമ്പ് കണ്ടത് തൃക്കരിപ്പൂരിലെ ഇടത് കോട്ട പൊളിച്ച സന്ദീപ് വാര്യരുടെ പ്രതികരണമാണ്. അതിനു മുമ്പ് നാദാപുരത്തെ കോട്ട പൊളിച്ച KM അഭിജിത്ത്, എലത്തൂരിലെ കോട്ട പൊളിച്ച വിദ്യാ ബാലകൃഷ്ണൻ, അങ്ങനെ തുടങ്ങി LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ പൊളിച്ചടുക്കി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത MLA-മാർ അവരുടെ അഭിപ്രായം ആരാകണം അവരുടെ മുഖ്യമന്ത്രി എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്നതാണ് ഈ KPCC ആസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ഒരു സ്വരത്തിൽ പറയുന്ന കാര്യമുണ്ട്. ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. തങ്ങൾക്ക് പറയാനുള്ള കാര്യം തങ്ങൾ AICC നിരീക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. അത് പുറത്തു പറയാൻ പാടില്ല എന്നുള്ളത് പാർട്ടി അച്ചടക്കമാണ് എന്നാണ് അവർ പറഞ്ഞു പോകുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് സ്വാഭാവിക നടപടിക്രമമാണ്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള അധികാരം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകുന്നതാണ്, അനുമതി നൽകുന്നതാണ് ആ പ്രമേയം. ആ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനിതാ ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA-മാരെ കാണുന്നുണ്ട് AICC നിരീക്ഷകർ അജയ് മാക്കനും മുകുൾ വാസനിക്കും. ഇതിൽ ഓരോ MLA-മാരുടെ അഭിപ്രായവും അവർ രേഖപ്പെടുത്തും. അത് രേഖപ്പെടുത്തി ആ നടപടിക്രമം ഏതാണ്ട് 2-3 മണിക്കൂർ എടുക്കും അത് പൂർത്തിയാകാൻ. അതിനുശേഷം ചില മുതിർന്ന നേതാക്കളെ അവർ കാണും, അവരുടെ അഭിപ്രായം കേൾക്കും. പിന്നീട് അവർ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കും. ഘടകകക്ഷികളുടെ അഭിപ്രായം ആരാകണം കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ക്ലെയിം മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആദ്യ അവസാനം വരെ പറയുന്നുണ്ട് VD സതീശനാണ് അതിന് യോഗ്യൻ, VD സതീശനാണ് പട നയിച്ചത്, VD സതീശൻ മുഖ്യമന്ത്രിയാകണം, അതാണ് ജനവികാരമെന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ട്. അത് AICC നിരീക്ഷകരെ അറിയിക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് അവർക്ക് അതിനുള്ള സമയം നൽകിയിരിക്കുന്നത്. വൈകുന്നേരം അവർക്ക് അതിനുള്ള സമയം അനുവദിച്ച് നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ മുതിർന്ന തീരുമാനം വരട്ടെ. ഇപ്പോൾ AICC അധ്യക്ഷൻ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു CLP-യിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗത്തിൽ, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ. അതിന്റെ വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.